ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേക സ്വാഗതം. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഃ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായാം. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 9ാമത്തെ അധ്യായം ഭീഷ്മദേവൻ്റെ സ്തുതി. അത് നമ്മളിപ്പോൾ തുടർന്ന് അത് പറയുകയാണ് ചെയ്യുന്നത്. 36ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് നമ്മളിവിടെ ആരംഭിക്കുന്നത്. ഭീഷ്മദേവൻ്റെ സ്തുതി. വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതി മഹരദാത്മവിദ്യയായശ്ചരണരതി പരമസ്യ തസ്യ മേസ്തു. വ്യവഹിത പൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിം അഹരത ആത്മവിദ്യയാ യഃ ചരണരതി പരമസ്യ തസ്യ മേ അസ്തു. ഇവിടെ അർജുനൻ ഭഗവാനോട് നിർദ്ദേശിച്ചു 2 സൈന്യങ്ങളുടെ മധ്യത്തിൽ തേര് കൊണ്ടുപോയി നിർത്തൂ എന്നുള്ളത്. അങ്ങനെ ആ 2 സൈന്യങ്ങളുടെ മധ്യത്തിൽ തേര് നിർത്തിയിട്ട് യുദ്ധത്തിന് ആരൊക്കെയാണ് വന്നതെന്ന് കാണിച്ചു തരണം എന്ന് അർജുനൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഭഗവാൻ അർജുനൻ്റെ ശരിക്കൊരു എന്താണോ ഒരു സേവകനെ പോലെയാണ് ഭഗവാനോട് പ്രവർത്തിക്കുന്നത് എന്നാണ്. ഭഗവാനാണെങ്കിൽ വളരെ സന്തോഷമാണ് തൻ്റെ ഭക്തന്മാരുടെ സേവകനാവാൻ, അവർക്ക് വേണ്ട സേവ ചെയ്യാൻ ഭഗവാന് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഭഗവാൻ തൻ്റെ ഭക്തനെ സേവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന്റെ മഹിമയ്ക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ല എന്നാണ്. കുട്ടികൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛനമ്മമാർ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്.
അങ്ങനെ ആ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാറുണ്ട്. അത് അച്ഛനും അമ്മയ്ക്കും ഉള്ളതല്ല, മകനാണ് മാർക്ക് കിട്ടുന്നത്. അതിന് പ്രവർത്തിക്കുന്നത് പിന്നിലാരാ പ്രവർത്തിക്കുന്നത്? അച്ഛനമ്മമാരാണ്. ഇതേപോലെ ആണ് ഭഗവാൻ ഭക്തന്മാർക്ക് അഭിമാനം, അന്തസ്സ് ഉയർത്തും, യശസ്സ് ഭഗവാൻ ഉയർത്തും എന്നാണ്. പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ ലീലകൾ ചെയ്തിട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ പാണ്ഡവന്മാരുടെ അവരുടെ പ്രശസ്തി, കീർത്തി വർദ്ധിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്തത് എന്നാണ്. ഈ രണ്ട് സൈന്യങ്ങളുടെ ഇടയ്ക്ക് തേര് നിർത്തിക്കഴിഞ്ഞിട്ട് അവിടെ എതിരായി നിൽക്കുന്ന സൈന്യങ്ങളുടെ മുഴുവൻ ആയുസ്സിനെ മനസ്സിനെ ഭഗവാൻ അപഹരിച്ചെടുത്തു. എന്നിട്ടും അർജുനന് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലായില്ല. അർജുനൻ യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ബന്ധുക്കളെ മുഴുവൻ വധിച്ചിട്ട് അവരെല്ലാം ആരുമില്ലാതെ ഇങ്ങനൊരു സാമ്രാജ്യം എനിക്ക് ആവശ്യമില്ല എന്ന് അർജുനൻ പറയുന്ന സമയത്ത് ഭഗവാൻ അർജുനന് ഉപദേശങ്ങൾ കൊടുത്തു എന്നാണ്. അപ്പോൾ ഭഗവാൻ ഈ ഉപദേശങ്ങൾ കൊടുത്തിട്ട് ഭഗവാൻ ഇവിടുന്ന് ധാമത്തിലേക്ക് പോയിട്ട് എത്രയോ സഹസ്രാബ്ദങ്ങളായി. അപ്പം ഭഗവാന്റെ നേരിട്ട് ഭഗവാനെ സേവിക്കുന്ന അതേ അനുഭവമാണ് ഭഗവാന്റെ വാണീ സേവ. അതായത് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ അത് നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കുക, അത് വായിക്കാൻ സാധിക്കുന്നത്, ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് വാണീ സേവ എന്നും നിലനിൽക്കുന്നു. വപുസേവ എപ്പോഴും അത്രയും ഉന്നതമായ തലത്തിലുള്ള ഭക്തന്മാർക്ക് മാത്രമേ ലഭിക്കാറുള്ളൂ. എന്നാൽ വാണീ സേവ, ഭഗവത്ഗീതയിലെ വാക്കുകൾ, ഉപദേശങ്ങൾ ആർക്കും പ്രചോദനം കൊടുക്കുന്നതാണ് എന്നാണ്. അങ്ങനെ ആ ഭഗവത്ഗീത ഉപദേശിച്ചിട്ടുള്ള ഭഗവാനെ ആത്മവിദ്യ എന്ന് പറഞ്ഞത് ഭഗവത്ഗീതയാണ്. അവിടെ ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചുകൊണ്ട് അർജുനനെ കർമ്മനിരതനാക്കി തീർത്തു എന്നാണ്. ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാൻ നിർദ്ദേശത്തിനനുസരിച്ച് ഭഗവാന് വേണ്ടിയിട്ടാണ് അർജുനൻ ഇവിടെ യുദ്ധം ചെയ്യുന്നത്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് അർജുനൻ യുദ്ധം ചെയ്യുന്നത് എന്നാണ്. ഇന്നത്തെ യുദ്ധവും പണ്ടത്തെ യുദ്ധങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതായത് പണ്ടുള്ള ആ യുദ്ധത്തിൽ, മഹാഭാരത യുദ്ധം, അങ്ങനെ പല പല യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധത്തിലൊക്കെ വാസ്തവത്തിൽ രാജാക്കന്മാരാണ് മുന്നിൽ നിൽക്കുക. ഓരോ രാജ്യത്തിലെയും പ്രധാന ഭരണാധികാരികളാണ് മുന്നിൽ യുദ്ധത്തിനായിട്ട് മുൻനിരയിൽ അവരാണ് നിൽക്കുക. അതിൻ്റെ പിന്നിലായിട്ടാണ് മറ്റുള്ള സൈനികർ നിൽക്കുക. ഏറ്റവും കാലാൾ എന്നുള്ള അവസാനത്തെ അതായത് സാധാരണക്കാരുടെ സൈന്യം ഉണ്ടല്ലോ, അത് ഏറ്റവും പിന്നിലാണ്. അപ്പോൾ ആദ്യമുള്ള ആ മുന്നിൽ നിൽക്കുന്നവർ ആണ് യുദ്ധത്തിനെ പൂർണ്ണമായും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ജയപരാജയങ്ങൾ അവർക്കാണ് കൂടുതൽ ബാധിക്കുന്നത് എന്നാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. അതായത് സൈന്യത്തിന് കമാൻഡർമാരുണ്ടാവും. അത് ആ യുദ്ധമുഖത്തിലേക്ക് പോകുന്നത് വെറും സാധാരണക്കാരായിട്ടുള്ള ആ ജവാന്മാരാണ്. അതായത് പട്ടാളക്കാർ, അവരാണ് മുന്നിലേക്ക് പോകുന്നത്. മറ്റവരെല്ലാവരും, അതായത് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഭരണാധികാരികൾ മുഴുവൻ അവരവരുടെ സ്ഥാനങ്ങളിലിരുന്നു കൊണ്ട് ആജ്ഞകൾ പുറപ്പെടുവിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ പണ്ടത്തെ ആ യുദ്ധവും ഇന്നത്തെ യുദ്ധവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവന്മാരുടെ പക്ഷത്ത് മഹാരാജാക്കന്മാരാണ്. പാണ്ഡവന്മാർ, പിന്നെ ദ്രുപദൻ്റെ, അങ്ങനെയുള്ള രാജാക്കന്മാരാണ് മുന്നിൽ നിൽക്കുന്നത്. മറുഭാഗത്താണെങ്കിലോ ഭീഷ്മർ, ദുര്യോധനൻ കർണൻ മുതലായിട്ടുള്ള മഹാപ്രഭാവശാലികളായിട്ടുള്ളവരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ രണ്ട് യുദ്ധത്തിൽ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്നാണ്. ഇവിടെ അർജുനനും ഭഗവാനും ഭീഷ്മദേവനും തമ്മിലുള്ള ഒരു ലവിങ് എക്സ്ചേഞ്ച് അത്ഭുതകരമാണ്. ഒരു ട്രയാങ്കിൾ എന്ന് പറയും. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അർജുനന് ഭഗവാനോടുള്ള വളരെയധികം ഇഷ്ടം, അർജുനന് ഭീഷ്മദേവനോടുള്ള ഇഷ്ടം, ഭീഷ്മദേവർക്ക് അർജുനനോടുള്ള താല്പര്യം, ഭീഷ്മദേവനും അർജുനനും ഭഗവാനോടുള്ള താല്പര്യം, ഇതും എല്ലാം ഈ ഒരു ദൃശ്യങ്ങളിൽ കൂടെ കാണാൻ സാധിക്കുന്നു എന്നാണ്. അടുത്ത ശ്ലോകം വായിക്കാൻ പോകുന്നു. ഈ 37-ാമത്തെ ശ്ലോകം. സ്വനിഗമമപഹായ മൽപ്രതിജ്ഞാം ഋതമധികർത്തുമവപ്ലുതോ രഥസ്ഥ ധൃതരഥചരണോഭ്യയാച്ചലത് ഗുർഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയാം.
സ്വനിഗമമപഹായമൽപ്രതിജ്ഞാമൃതമധികർത്തുമവപ്ലുതോ രഥസ്ഥ ധൃതരഥചരണോഭ്യയാച്ചലദ്ഗുരുഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയാ. സ്വനിഗമം അപഹായ മത് പ്രതിജ്ഞാം ഹൃതം അധികർത്തും അവപ്ലുതഃ രഥസ്ഥഃ ധൃതരഥചരണഃ അഭ്യയാൽ ചലദ് ഗോ ഹരി ഇവ ഹന്തും ഇഭം ഗത ഉത്തരീയഃ. അതായത് ഈ ദുര്യോധനന് വളരെയധികം പരാതിയുണ്ട് ഭീഷ്മദേവനോട്. കാരണം ഈ ഭാഗത്ത് നിൽക്കുന്നു ഞങ്ങളുടെ പിതാമഹനായിട്ടുള്ള ഭീഷ്മർ ഈ സ്ഥാനത്ത് നിന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് പ്രവർത്തിക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതേവരെ പാണ്ഡവന്മാർ ഒരാളെ പോലും അവിടത്തേക്ക് കൊല്ലാനായിട്ട് സാധിച്ചില്ലല്ലോ. അവിടുന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ദുര്യോധനൻ്റെ ആവലാതി, വല്ലാത്ത പരാതി. അത് കേട്ട സമയത്ത് ഭീഷ്മർ പറഞ്ഞു, എൻ്റെ കയ്യിൽ 5 അസ്ത്രങ്ങളുണ്ട്. ഈ 5 അസ്ത്രങ്ങൾ പാണ്ഡവന്മാരെ കൊല്ലാനുള്ളതാണ്. ഞാൻ 5 പേരെയും ഞാൻ നാളെ വധിച്ചിരിക്കും എന്ന് ഭീഷ്മർ പറയുന്നു. ദുര്യോധനൻ പറഞ്ഞു, അങ്ങനെ സന്തോഷമായി എനിക്ക്. പക്ഷേ അങ്ങയുടെ കയ്യിൽ ഈ അസ്ത്രങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭഗവാനോ ശ്രീകൃഷ്ണനോ, മഹാതന്ത്രശാലിയായ ശ്രീകൃഷ്ണൻ, അല്ലെങ്കിൽ പാണ്ഡവന്മാർ ആരെങ്കിലും വന്ന് ഇത് വിവരങ്ങൾ അറിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് കൊടുത്താലോ ഇത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിലിരിക്കട്ടെ ഈ അസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ് 5 അസ്ത്രങ്ങളും ദുര്യോധനൻ വാങ്ങിക്കൊണ്ടുപോയി. യുദ്ധത്തിൻ്റെ സമയത്ത് ഞാൻ അങ്ങയുടെ അടുത്ത് എത്തിക്കാം എന്ന് ഭീഷ്മദേവനോട് വാക്ക് പറഞ്ഞു, സത്യം ചെയ്തു ദുര്യോധനൻ. സമയത്ത് പറഞ്ഞാൽ മതി, ഞാനവിടെ എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ ഈ അസ്ത്രങ്ങളുമായിട്ട് തൻ്റെ ആ യുദ്ധത്തിൻ്റെ കൂടാരത്തിലേക്ക് പോയിട്ടുള്ള വാർത്ത ശ്രീകൃഷ്ണ ഭഗവാൻ അറിഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു സൂത്രം ഇവിടെ യുദ്ധം കഴിഞ്ഞാൽ ധർമ്മയുദ്ധമാണ്, അതുകൊണ്ട് ആർക്കും അങ്ങനെ ചതി പ്രയോഗിക്കാൻ പതിവില്ല. യുദ്ധം കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോട് കൂടിയിട്ട് സൗഹൃദത്തോട് കൂടിയിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഭഗവാൻ അർജുനോട് അർജുന ഇപ്പോൾ പോയിക്കോളൂ ദുര്യോധനൻ്റെ അടുത്തേക്ക്. ദുര്യോധനൻ്റെ അടുത്ത് പോയിട്ട് ദുര്യോധനൻ്റെ അടുത്ത് നിന്ന് 5 അസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവരൂ എന്ന് പറയുകയാണ് ഭഗവാൻ. അർജുനൻ ദുര്യോധനൻ്റെ അടുത്ത് ചെന്നു. ദുര്യോധനൻ്റെ അടുത്ത് ചെന്ന സമയം ദുര്യോധനൻ കാര്യമായിട്ട് സ്വീകരിച്ചു. എന്താ അർജുന വന്നത് എന്ന് ചോദിക്കുന്നു. അർജുനൻ പറഞ്ഞു, വിശേഷങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഞാൻ, സന്ധി ചെയ്യണോ തയ്യാറാണ്, എൻ്റെ അർജുനൻ എന്ത് പറയണോ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. അർജുനൻ പറഞ്ഞു, അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുക സന്ധിക്കൊന്നും അതൊന്നുമല്ല വന്നത്. ദുര്യോധന ജ്യേഷ്ഠൻ്റെ അടുത്ത് 5 അസ്ത്രങ്ങളുണ്ട്, ആ അസ്ത്രങ്ങളൊന്ന് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുന്നു. നിവൃത്തിയില്ലാതെ ദുര്യോധനൻ്റെ വാക്ക് പറഞ്ഞു പോയി, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഈ 5 അസ്ത്രങ്ങളും ദുര്യോധനന് അർജുനന് കൊടുക്കേണ്ടതായിട്ട് വന്നു. പിറ്റേ ദിവസം ഭീഷ്മർ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുക, അർജുനനെ വിളിക്കുക, ദുര്യോധനെ വിളിക്കാനായിട്ട് ആളെ പറഞ്ഞേക്കുക, ആയുധങ്ങൾ കിട്ടിയിട്ട് വേണ്ട യുദ്ധം ചെയ്യാനായിട്ട്, അസ്ത്രങ്ങൾ എവിടെ എൻ്റെ എന്ന് ചോദിച്ചുകൊണ്ട് ഭീഷ്മദേവൻ നിൽക്കുക. ദുര്യോധനൻ വന്ന് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ആ അസ്ത്രങ്ങളൊക്കെ അർജുനൻ വാങ്ങിക്കൊണ്ടുപോയി എന്നത്. ഇങ്ങനെ ദുര്യോധനൻ്റെ ഒരു പദ്ധതി അവിടെ പൊളിഞ്ഞുപോയി എന്നാണ്. എന്നിട്ടും ഭീഷ്മദേവൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഈ യുദ്ധത്തിൽ ഞാൻ അർജുനനെ കൊന്നിരിക്കും എന്ന് പറയാണ്. കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിച്ചിരിക്കും ഞാൻ എന്നും ഭീഷ്മർ പറയാണ്. അന്നത്തെ ആ യുദ്ധം അതാണ്. സ്വനിഗമമപഹായ മൽപ്രതിജ്ഞാം ഹൃതമധികർത്തുമവപ്ലുതോ രഥസ്ഥ ധൃതരഥചരണോഭ്യയാച്ചലദ്ഗോ ഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയാം. ഭഗവാൻ അന്നത്തെ ആ ദിവസത്തെ യുദ്ധം അതിഭയങ്കരമായി എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ എന്നാണ്. കാരണം ഭീഷ്മർ ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള രൂപത്തിനെ നോക്കി ആനന്ദിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭഗവാന്റെ ശരീരം മുഴുവൻ അസ്ത്രങ്ങളെ കൊണ്ട് മൂടി ഭീഷ്മദേവൻ. എന്നാൽ ഭഗവാനാണെങ്കിലോ വിലസൽ കവചസ്തു കൃഷ്ണ ആത്മാ. ഭഗവാന്റെ ആ ശരീരം മുഴുവൻ പൊട്ടി രക്തം ഒഴുകുന്നു എന്നുണ്ടെങ്കിലും ഭഗവാന്റെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നു.
ഭീഷ്മർ ആലോചിച്ചു, ഇനിയിപ്പോൾ എങ്ങനെയാണ് ഭഗവാനെ ഇവിടുന്ന് ഇളക്കാൻ? ആയുധെടുപ്പിക്കുന്ന ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അർജുനെ കൊല്ലും അല്ലെങ്കിൽ കൃഷ്ണനെ കൊണ്ട് ആയുധെടുപ്പിക്കുന്ന പ്രതിജ്ഞ ലംഘിപ്പിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഭീഷ്മർ ആലോചിക്കുന്നു ഇനി എന്ത് ചെയ്യണം എന്നത്. അർജുനൻ്റെ യുദ്ധപ്രഭാവം കണ്ടുകൊണ്ട്, അതിൻ്റെ ഒരു പാടവം കണ്ടുകൊണ്ട് ഭീഷ്മദേവൻ നിൽക്കുന്നു. ഇപ്പോൾ അർജുനൻ ഒരു അസ്ത്രം കയ്യിലെടുത്തു കഴിഞ്ഞാൽ അത് വില്ലിലേക്ക് തുറക്കുമ്പോഴേക്ക് 10 മാറും. ഞാണിലത് ചേർത്തിട്ടത് വലിക്കുമ്പോഴേക്ക് അതൊരു 1000 അസ്ത്രങ്ങളായിട്ട് മാറും. അത് ആ ഞാണ് വിട്ട് വില്ലും വിട്ടിട്ട് അമ്പ് അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു 10,000 അസ്ത്രങ്ങളായിട്ട് മാറും അത് എന്നാണ്. അർജുനൻ ഒരു അസ്ത്രം തൊടുത്ത് വിട്ടാൽ 10,000 അസ്ത്രങ്ങളായിട്ടത് മാറും. അത്രയും പ്രഭാവം അർജുനനുണ്ട് എന്നാണ്. അർജുനൻ ഒരസ്ത്രം എടുത്തു കഴിഞ്ഞാൽ 10,000 സൈനികർ ആ സമയത്ത് മരിച്ചു വീണിട്ടുണ്ടാവും. ഈ സാമർഥ്യം കണ്ടുകൊണ്ട് ഭീഷ്മർ നിന്നു. ഭീഷ്മർ വളരെ പെട്ടെന്ന് തൻ്റെ കയ്യിലെ വില്ലെടുത്ത് അർജുനനെ ഉദ്ദേശിച്ചുകൊണ്ടൊരു ഞാണൊലി, അതായത് വില്ലിൽ ആ ചരട് അത് പിടിച്ചിട്ട് ഒന്ന് ആ അമ്പ് ചേർത്തൊരു ശബ്ദം ഉണ്ടാക്കി, ഞാണൊലി ഉണ്ടാക്കി. ഇതോടുകൂടെ അർജുനൻ്റെ കയ്യിൽ നിന്നും വില്ല് എവിടേക്കോ തെറിച്ച് വീണു. ഭീഷ്മർ അർജുനൻ്റെ ശരീരം മുഴുവൻ അസ്ത്രങ്ങളെ കൊണ്ട് മൂടി എന്നാണ് പറയുന്നത്. ഭഗവാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അർജുനൻ്റെ ശരീരം മുഴുവൻ ആ മുറിവുകളേറ്റ് അസ്ത്രങ്ങൾ തറച്ചു നിൽക്കുന്നു. ഇത് സഹിക്കാൻ സാധിച്ചില്ല ഭഗവാന്. ഇത് ഭഗവാന്റെ അഭിനയം തന്നെയാണ് എന്നാണ്. ഭീഷ്മർ ചെയ്തത് തന്നെ ഭഗവാനെ ഇളക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെ ഇരിക്കും ഭഗവാൻ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭീഷ്മർ അസ്ത്രം വായിക്കുന്ന സമയത്തും ഭഗവാന്റെ ഭാവം തന്നാണ് ഭീഷ്മർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ വളരെ പെട്ടെന്ന് തേരിൽ നിന്നും താഴേക്ക് ചാടി ഇറങ്ങി സ്വനിഗമം അപഹായ ഭഗവാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, താൻ ഇനി യുദ്ധം ചെയ്യില്ല, ആയുധങ്ങൾ എടുക്കില്ല, തേരിലുണ്ടാവും, തേര് ഓടിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ അർജുനൻ്റെ ശരീരത്തിൽ അസ്ത്രങ്ങൾ തറച്ച് കിടക്കുന്നത് കണ്ട സമയത്ത് സഹിക്കാൻ പറ്റാത്ത ഭാവം അഭിനയിച്ചുകൊണ്ട് ഭഗവാൻ തേരിൻ്റെ ചക്രം ഊരിയെടുത്തു. എന്നിട്ട് തൻ്റെ അതിഭയങ്കരമായിട്ടുള്ള കോപത്തോടുകൂടെ, എങ്ങനെയാണ് ഒരു മതം നൽകിയിട്ടുള്ള ആനയെ കൊല്ലാൻ സിംഹം അലറി വരുന്നത്, അതേപോലെ ഒരു ഭാവത്തോടുകൂടെ ഭീഷ്മദേവൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് ഭഗവാൻ എന്നാണ്. ഇതൊക്കെ ഭൂമി മുഴുവൻ കിട്ടുകിട്ടെ വരച്ചു. ഭഗവാൻ ഓരോ കാൽവെപ്പിലും ഭൂമി കുലുങ്ങിപ്പോയി എന്നാണ്. എന്നാൽ ഭീഷ്മരാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ആനന്ദത്തോടു കൂടെ നിൽക്കുകയാണ്. ഭഗവാന്റെ ഭാവം കണ്ടുകൊണ്ട് ഭീഷ്മൻ നമസ്കരിച്ചു ഭഗവാൻ. എന്നിട്ട് പറയുന്നു, എത്ര ആളുകളാണ് ഭഗവാനെ, ഒരു പുണ്യം ചെയ്യാത്തവർ ഭഗവാനെ കണ്ടുകൊണ്ട് ഈ സൈനികരൊക്കെ ഭഗവാന്റെ ലോകത്തേക്ക് എത്തിച്ചേർന്നു. ആ അസ്ത്രം കൊണ്ട്, ആ സുദർശന ചക്രം കൊണ്ട് എന്നെ ഒന്ന് കൊന്നിട്ട് എനിക്കൊരു മോക്ഷം തരണേ ഭഗവാനെ എന്ന് ഭീഷ്മരെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. തേരിൽ നിന്നും ഇറങ്ങിയതും അർജുനൻ ഭഗവാനെ പിടിച്ച് നിർത്തിയതാണ്. പക്ഷേ അർജുനനൊക്കെ തട്ടി മാറ്റി ഭഗവാൻ എന്നിട്ടാണ് ഓടി വരണത്. ഭീഷ്മർ പറയുന്നു, ആ ഭഗവാന്റെ വരുന്ന സമയത്ത് ഭഗവാന്റെ കണ്ണുകളിലുള്ള ആ ഭക്തവാത്സല്യം എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. അർജുനനോടുള്ള വാത്സല്യവും അതേപോലെ തന്നെ ഭീഷ്മരോടുള്ള വാത്സല്യവും ഭഗവാൻ ഒരേപോലെ ഉണ്ട് എന്ന് കാണിക്കുകയാണ് ഇവിടെ. ആ ഭീഷ്മർ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുന്നതോട് കൂടിയിട്ട് അർജുനൻ ഓടി വന്നു. ഭഗവാനെ ആയുധെടുക്കില്ല എന്ന് പറഞ്ഞില്ലേ? അർജുനൻ്റെ മുഖത്തേക്ക് നോക്കി തിരിച്ചു ഭഗവാൻ എന്നിട്ട് പറഞ്ഞു, അർജുന, നിൻ്റെ ഈ ഒരു ഭാവം കണ്ടപ്പോഴേക്ക്, നിൻ്റെ അവശത കണ്ടപ്പോഴേക്ക് എൻ്റെ പ്രതിജ്ഞ മറന്നുപോയി ഞാൻ. വാസ്തവത്തിൽ എന്താണോ ആ ഭക്തൻ്റെ ഇച്ഛ അതിനനുസരിച്ച് ഭഗവാൻ പ്രവർത്തിക്കുന്നു എന്നത് അതാണ് ഭീഷ്മദേവൻ്റെ പ്രതിജ്ഞയെ സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തൻ്റെ ആ ഒരു പ്രതിജ്ഞയെ ഭഗവാൻ ലംഘിച്ചു എന്നാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഭഗവത്ഗീതയിൽ പറയുന്നു, അർജുന, ഞാനൊരു പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഉപേക്ഷിച്ചു എന്ന് വരാം, അത് ലംഘിച്ചു എന്ന് വരാം. അതുകൊണ്ട് അർജുന പ്രതിജ്ഞ ചെയ്യൂ, കൗന്ദയ പ്രതിജാനേഹി നമേ ഭക്തപ്രണശ്യതി, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല, നഹി കല്യാണങ്ങളിൽ കശ്ചിൽ ദുർഗതിയും താതകച്ചതി, നല്ല മംഗളകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ, എൻ്റെ ഭക്തനായിട്ടുള്ള ആൾ ഒരിക്കലും നശിക്കില്ല. പ്രതിജ്ഞ ചെയ്യൂ അർജുന എന്ന് ഭഗവാൻ തൻ്റെ ഭക്തനെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു ഭഗവാൻ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ തൻ്റെ ഉത്തരീയം പോലും മറന്നുകൊണ്ട് അതെല്ലാം കിരീടം വീണു, ഉത്തരീയമൊക്കെ വീണുപോയി, അങ്ങനെ ഊട്ടി വരുന്ന ഭഗവാൻ എൻ്റെ ലക്ഷ്യസ്ഥാനമായിട്ട് മാറട്ടെ എന്ന് ഭീഷ്മദേവനും പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ അർജുനും
ശ്രീകൃഷ്ണ ഭഗവാനും ഭീഷ്മദേവനും തമ്മിലുള്ള ഒരു പ്രേമപൂർവമായിട്ടുള്ള ആ ഭക്തിയുടെ ഒരു എക്സ്ചേഞ്ച്, അതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാണ്. ലവിങ് എക്സ്ചേഞ്ച് ആണ്, പ്രേമപൂർവ്വമുള്ള ഇടപെടൽ, ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി 38. ശീതവിശിഖഹതോ വിശീർണദംശക്ഷതച പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാരമദ്വഥാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദാം. ശിതവിശിഖഹതഃ വിശീർണദംശഃ ക്ഷതച പരിപ്ലുത ആതതായനഃ മേ പ്രസഭം അഭിസസാര മദ്വഥാർത്ഥം സ ഭവതു മേ ഭഗവാൻ ഗതിഃ മുകുന്ദ. അപ്പോൾ ഭഗവാന് തൻ്റെ ശത്രു എന്നുള്ള ആ ഭാഗത്ത് നിന്നുകൊണ്ട് തൻ്റെ ഭക്തൻ ചെയ്യുന്ന ആ ഒരു ലീലകൾ, പ്രവർത്തനങ്ങളെ പോലും ഭഗവാൻ സന്തോഷിക്കുന്നു എന്നുള്ളത് അതിൽ നിന്നും കാണാനായിട്ട് സാധിക്കുന്നത്. ഭഗവാൻ ശത്രുവിൻ്റെ ഭാഗത്താണ് ഭഗവാൻ ഇവിടെ നിൽക്കുന്നത്. ഭീഷ്മർ ഭഗവാനെതിരായിട്ടാണ് നിൽക്കുന്നത്. അതാണ് ശീതവിശിഖഹതഃ. താൻ കൂർത്ത് ശരങ്ങളാണ് ഞാൻ എൻ്റെ ഭഗവാന്റെ രൂപത്തിലേക്ക് ഞാൻ പ്രയോഗിച്ചിട്ടുള്ളത്. എന്നിട്ടോ വിശീർണദംശ, ഭഗവാന്റെ ആ ഭഗവാന്റെ പടച്ചട്ട, പോർച്ചട്ട, അത് മുഴുവൻ കീറി മുറിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ആ മുഴുവൻ രക്തം ധാരധാരയായിട്ടൊഴുകി അങ്ങനെ ആദാതായി മഹാപാതകം ചെയ്തിട്ടുള്ള എൻ്റെ നേരെ ഓടി വരുന്നു. എന്തിന്? എൻ്റെ പ്രതിജ്ഞയെ രക്ഷിക്കാനായിട്ടാണ് ഭഗവാൻ എൻ്റെ നേരെ ഓടി വരുന്നത്. ആ രൂപം എൻ്റെ ഭവതമേ ഭഗവാൻ ഗതിർമുകുന്ദ. അങ്ങനെയുള്ള എൻ്റെ നേരെ വരുന്ന, വളരെ വേഗത്തോടു കൂടി വരുന്ന സമയത്ത് ഭഗവാന്റെ കണ്ണുകളിൽ ഒരു കരുണയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ എന്നെ ഭഗവാൻ എൻ്റെ ലക്ഷ്യമായിട്ട് തീരട്ടെ എന്ന് ഭീഷ്മർ പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ മുമ്പിൽ. അടുത്ത 39ാമത്തെ ശ്ലോകം. വിജയരഥ കുടുംബ ആത്തതോത്രേ ധൃതയ രശ്മിനി തശ്രിയേ ക്ഷണേയേ ഭഗവതി രതിരസ്തു മേ മുമൂർഷോ യമിഹ നിരീക്ഷ ഹതാഗതാ സ്വരൂപം. വിജയരഥ കുടുംബ ആത്തതോത്രേ ധൃതയ രശ്മിനി തശ്രിയേ ക്ഷണേയേ ഭഗവതി രതിരസ്തു മേ മുമൂർഷോ യമിഹ നിരീക്ഷ ഹതാഗതാ സ്വരൂപം. അതായത് വിജയരഥ കുടുംബേ. അപ്പോൾ ഭഗവാന്റെ കുടുംബം ഏതാണ്? ഭഗവാന്റെ ഗൃഹം എന്താണെന്ന് ചോദിച്ചാൽ അർജുനൻ്റെ രഥമാകുന്ന കുടുംബമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ആൾക്ക് പല സമയത്തും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഉദ്ദേശം എന്താണ്? ആ കുടുംബാംഗങ്ങളെ രക്ഷിക്കാനായിട്ട് ചെറിയ ചെറിയ ധർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇതേപോലെ ഭഗവാന്റെ ഉദ്ദേശം എന്താണ്? തൻ്റെ ആ ഭക്തന്മാരായിട്ടുള്ള പാണ്ഡവന്മാർക്ക് ഒരാപത്തും വരരുത് എന്ന് ഭഗവാൻ നിശ്ചയിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് വിജയരഥ കുടുംബ ആത്തതോത്രേ എന്നാണ് ഭഗവാൻ അർജുനൻ്റെ രഥമാകുന്ന ആ കുടുംബത്തിലാണ് ഭഗവാന്റെ കയ്യിൽ എന്താ ഉള്ളത്? ചമ്മട്ടിയും കടിഞ്ഞാണും ചമ്മട്ടിയുമാണ് ഭഗവാന്റെ കയ്യിലുള്ളത് എന്നാണ്. എന്നിട്ടോ ധൃതഹായ രഥക്ഷണയെ, എന്നിട്ട് അർജുനന് നന്മകൾ മാത്രം വരാനായിട്ട് പ്രവർത്തിക്കുന്ന ഭഗവാൻ എന്നാണ്. അങ്ങനെയുള്ള ആ ഭഗവാനിൽ ഈ ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുന്ന ആ പാർത്ഥസാരഥിയായിട്ടുള്ള ആ ഭഗവാനിലേക്ക് എൻ്റെ ആ മനസ്സ്, ഞാൻ ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ്, ഇവിടെ ജീവനുപേക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള രൂപത്തിനെ കണ്ടുകൊണ്ട് എന്തൊരു കരുണാ ഭഗവാൻ ചെയ്തിരിക്കുന്നത്. എത്രയെത്രയോ ആളുകൾ, പ്രത്യേകിച്ച് അവരൊരു തപസ് ചെയ്തിട്ടില്ല, ഉപാസനകളൊന്നും ചെയ്തിട്ടില്ല, ഭഗവാനായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല അവർക്ക്. എന്നിട്ട് പോലും ദുര്യോധനൻ്റെ ഭാഗത്ത് യുദ്ധത്തിന് വന്നു എന്നുള്ള ആ ഒരൊറ്റ
കാരണം കൊണ്ടാണ് ഭഗവാൻ ഇത്രയും ആ സൈന്യങ്ങൾക്ക് 11 അക്ഷൗഹിണി സൈന്യങ്ങൾക്ക് അവർ മുഴുവൻ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഭഗവാനെ കണ്ടു യുദ്ധത്തിൽ എന്നുള്ളത് കൊണ്ട് യഥാസ്വരൂപം ഭഗവാന്റെ ഭഗവാന്റെ സാരൂപ്യമുക്തി ഭഗവാന്റെ അതേപോലെ രൂപമായിട്ട് മാറി എന്നാണ് പറയുന്നത്. എന്നിട്ട് ദിവ്യമായിട്ടുള്ള വൈകുണ്ഠലോകത്തിലേക്ക് എത്തിച്ചേർന്നു അവർ. ഇത്രയും കരുണ ഭഗവാൻ ലോകത്തിൽ ആരോടാണ് കാണിച്ചിട്ടുള്ളത് എന്നാണ്. ഇപ്പോൾ ഭഗവാന്റെ നമ്മൾ ധ്യാനിക്കേണ്ട പലതും ആ യോഗിമാർ ധ്യാനിക്കുന്നുണ്ട്. വാസ്തവത്തിൽ എന്താ ധ്യാനിക്കേണ്ടത്? ഭഗവാന്റെ രൂപം, നാമം, ലീലകൾ, ഇതാണ് ധ്യാനിക്കേണ്ടത്. ഇപ്പോൾ പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാന്റെ രൂപം അനശ്വരമായിട്ടുള്ള രൂപമാണ്. ഈ രൂപത്തിനാണ് നമ്മൾ നിത്യമായിട്ട് ധ്യാനിക്കേണ്ടതായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ വെറുതെ കണ്ണടച്ചിരുന്നു കൊണ്ട് പ്രാണായാമം ചെയ്തിട്ട് നമ്മൾ രൂപവും നാമവും ഇല്ലാത്ത വസ്തുക്കളെ ധ്യാനിക്കുകയല്ല വേണ്ടത്. ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ കരുണ വഴിഞ്ഞൊഴുകുന്ന അവതാര ലീലകളുണ്ട്. ആ ലീലകളെ ആണ് നമ്മൾ ലീലാധ്യാനമാണ് ഏറ്റവും ഉന്നതമായ ധ്യാനം എന്ന് ശ്രീധരാചാര്യ സ്വാമികൾ അവരുടെ വ്യാഖ്യാനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ശ്രീല പ്രഭുപാദൻ, വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറൊക്കെ അത് തന്നെ ഇവിടെ പറയുന്നു എന്നതാണ്. അപ്പോൾ ഒരു യോഗിയുടെ ചിന്തകളും ഭക്തൻ്റെ ചിന്തകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. യോഗി പ്രാണായാമം മുതലായിട്ടുള്ള ആ അഷ്ടാംഗ യോഗങ്ങളിൽ കൂടെ രൂപവും നാമവും ഇല്ലാത്ത ഈശ്വരനെ, അല്ലെങ്കിൽ അവനവൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ആ രൂപത്തിനെയാണ് സാക്ഷാത്കരിക്കുന്നത്. എന്നാൽ ഭക്തൻ അങ്ങനെയല്ല. ഭഗവാൻ ദിവ്യമായ ലോകത്തിലുള്ള ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള രൂപത്തിനെ അത് അങ്ങനെ ധ്യാനിച്ച് ആ ഭഗവാന്റെ രൂപം ഹൃദയത്തിൽ വന്ന് ഭഗവാന്റെ ലോകത്തിൽ എത്തിക്കഴിഞ്ഞാലും ഭക്തന് ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് ഭഗവാന്റെ പാദസേവനം ചെയ്യുക എന്നുള്ളത്, ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. ഇതാണ് ഭക്തൻ്റെ ആഗ്രഹം. അപ്പോൾ യോഗിയും ഭക്തനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? രാസലീലയുടെ ആ ഒരു ദൃശ്യമാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ. അതാണ് ലളിതഗതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാന കൃതമനുകൃതവത്യ ഉന്മദാന്താ പ്രകൃതി മകൻകില യസ്യ ഗോപവധ്വാം. ലളിതഗതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാന കൃതമനുകൃതവത്യ ഉന്മദാന്താ പ്രകൃതി മകൻകില യസ്യ ഗോപവധ്വാം. ലളിതഗതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിത ഉരുമാനാഃ കൃതം അനുകൃതവതി കൃതമനുകൃതവത്യഃ. അതായത് ഭഗവാന്റെ ലീലകൾ അനുകരിക്കുക എന്നാണ് പറയണത്. ലളിത മനോഹരമായിട്ടുള്ള ഗതി, ഭഗവാന്റെ മൂവ്മെൻറ്റ്സ്, ഭഗവാന്റെ ചലനങ്ങൾ, വിലാസ അതായത് അത്യത്ഭുതമായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ, അഭിനയങ്ങൾ, വൽഗുഹാസ വളരെ മനോഹരമായിട്ടുള്ള ഭഗവാന്റെ പുഞ്ചിരി, പ്രണയ നിരീക്ഷണ വളരെ പ്രേമത്തോടു കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ കടാക്ഷങ്ങൾ, കൽപ്പിത ഉരുമാനാഹ. അതുകൊണ്ട് തന്നെ ഈ ഗോപികമാർ ഭഗവാന്റെ ആ ലീലകൾ അനുകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഗോപികമാർ വളരെയധികം പ്രകീർത്തിക്കപ്പെടുന്ന ഗോപികമാരെ കുറിച്ചിട്ട് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗോപികമാർ എന്ത് ചെയ്തു? ആ ഭഗവാന്റെ ലീലകളെ മനസ്സിൽ പൂർണ്ണമായിട്ടും ധ്യാനിച്ചുകൊണ്ട് അവർ ആ ഒരു തന്മയീഭാവം വന്നു ചേർന്നു ആ ഗോപികമാർക്ക് എന്നാണ്. അതായത് രാസലീലയുടെ സമയത്ത് ഭഗവാൻ അന്തർധാനം ചെയ്ത സമയത്ത് ഗോപികമാർ ഉന്മത്തകവത് വനാദ്വനം എന്നാണ്, വനത്തിൽ കൂടെ ഉന്മാദം പിടിപെട്ടതുപോലെ സഞ്ചരിച്ചു. എന്നിട്ട് അവർ കാണുന്ന വൃക്ഷങ്ങളോടും വള്ളികളോടും ലതകളോടും ഭഗവാനെക്കുറിച്ചിട്ട് അന്വേഷിച്ചു. അവസാനം അവർക്ക് തന്മയീഭാവം വന്നു. ഭഗവാന്റെ ലീലകളെല്ലാം അവർക്ക് മനസ്സിൽ തോന്നി. പൂതന മോക്ഷം മുതൽ അനേകം ലീലകൾ അവർക്ക്, ഗോവർദ്ധന ലീല, അതേപോലെ കാളിയമർദ്ദനം മുതലായിട്ടുള്ള പല പല ലീലകൾ
ചിന്തകളും അവരുടെ ഹൃദയത്തിൽ അവർ പ്രത്യക്ഷപ്പെട്ടു. അതിനനുസരിച്ച് അവർ സ്വയം കൃഷ്ണനായിട്ട് അഭിനയിച്ചു എന്നാണ്. അങ്ങനെയുള്ള ആ ഗോപികമാരുടെ ഗോപികമാരുടെ ദിവ്യമായിട്ടുള്ള പ്രേമഭാവത്തിനെ ഭീഷ്മർ ഇവിടെ വളരെയധികം അഭിനന്ദിക്കുന്നു. ഭീഷ്മർ പറയുന്നു, ഈ ജന്മത്ത് ഇത്രയൊക്കെ എനിക്ക് ഭാഗ്യമുള്ളൂ, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ ഒരു ഗോപിയായിട്ട് മാറാൻ, ഈ ഗോപികമാരെ പോലെ ഭക്തിഭാവം പ്രകടിപ്പിക്കാൻ ആഗ്രഹമുണ്ട് ഭഗവാനെ. അത്രയും പ്രേമത്തിൻ്റെ പൂർണ്ണത ഗോപികമാർക്കുണ്ട്. ഞാൻ ആ രാസലീല ലോലനായിട്ടുള്ള ആ ഭഗവാൻ അന്തർധാനം ചെയ്യുന്ന സമയത്ത് ആ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് ഉന്മാദാവസ്ഥയിൽ സഞ്ചരിക്കുന്ന ആ ഗോപികമാരുടെ ഭാവത്തിന് എനിക്ക് കാണാൻ സാധിക്കുന്നു. ഒരു ഗോപിയായിട്ട് മാറാൻ ഏതെങ്കിലും ജന്മത്തിൽ എനിക്ക് അനുഗ്രഹം തരണേ എന്ന് ഭീഷ്മർ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഇനി ഏത് ഈശ്വരനെ പൂജിക്കണം എന്നതിന് ഉള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്. അതാണ് മുനിഗണ നൃപവരീയ സങ്കുലേന്ദ സദസി യുധിഷ്ഠിരരാജസൂയേഷാം അർഹണമുപഭേദ ഈക്ഷണീയോ മമ ദൃശി ഗോചര ഏഷ ആവിരാത്മാം. മുനിഗണ നൃപവരീയ സങ്കുലേന്ദ സദസി യുധിഷ്ഠിരരാജസൂയേഷാം അർഹണമുപഭേദ ഈക്ഷണീയോ മമ ദൃശി ഗോചര ഏഷ ആവിരാത്മാം. അതായത് രാജസൂയ മഹായാഗത്തിൽ അനേകം രാജാക്കന്മാരവിടെ വന്നിട്ടുണ്ട്. പിന്നെ അനേകം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ മുഴുവൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അനേകം ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ള എത്രയോ ലക്ഷക്കണക്കിൽ ആളുകൾ മഹാത്മാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ. ആരെ പൂജിക്കണം എന്നുള്ളതിന് ഒരു സംശയം ഉണ്ടായില്ല അവിടെ. ആരെ പൂജിക്കേണ്ടത്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ എന്നുള്ളത് സഹദേവനാണ് അവിടെ അഭിപ്രായപ്പെട്ടത്. ഇതിന് അഭിപ്രായം പറയാൻ ആർക്കും അവിടെ സാധിച്ചില്ല, തോന്നിയില്ല എന്നാണ്. അങ്ങനെ രാജസൂയ മഹായാഗത്തിൽ വെച്ചിട്ട് അഗ്രാസന പൂജ ഏറ്റുകൊണ്ട് സകല ആളുകളുടെയും ആ നമസ്കാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്തുതിഗീതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന പുഞ്ചിരിയോടുകൂടെ സാന്നിധ്യം ചെയ്യുന്ന ആ ഭഗവാൻ, രാജസൂയ മഹായാഗത്തിൽ സാന്നിധ്യം ചെയ്യുന്ന ആ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണേ. ഇതും ഭീഷ്മർ സ്മരിക്കുന്നു. പിന്നീട് മറ്റൊന്നുകൂടി ഇവിടെ കാണാൻ സാധിക്കും. ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുന്ന അതേ സന്ദർഭത്തിലാണ് യുധിഷ്ഠിര രണ്ട് സന്ദർഭങ്ങളുണ്ട് ഇവിടെ എന്നാണ് പറയുന്നത് രാജസൂയത്തിൻ്റെ. യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ വിജയം പ്രഖ്യാപിക്കാനായിട്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം രാജസൂയ മഹായാഗം നടത്തി, മറ്റൊരു യാഗം നടത്തി എന്നാണ്. ആ യാഗത്തിൽ എത്തിയിട്ടുള്ള അനേകം രാജാക്കന്മാരുടെ ഇടയിൽ വെച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമകളെ പ്രകീർത്തിച്ചു. ഈ കൃഷ്ണൻ കാരണമാണ് എനിക്ക് ഈ മഹാഭാരത യുദ്ധം വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഉടമസ്ഥാവകാശവും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ കൃഷ്ണന് തന്നെ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൃഷ്ണനെ പൂജിക്കൂ എന്ന് യുധിഷ്ഠിര മഹാരാജാവ് അഭിപ്രായപ്പെട്ടു. അതിനെല്ലാവരും അംഗീകരിച്ചു എന്നാണ്. അങ്ങനെ രണ്ട് വിധത്തിൽ അഗ്രാസനം പോലെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് എൻ്റെ മനസ്സിൽ ലയിക്കണേ എന്ന് ഭീഷ്മദേവൻ പ്രാർത്ഥിക്കുന്നു. മുനിഗണ നൃപവരിയ സങ്കുലേ അന്ത സദസി യുധിഷ്ഠിര രാജസൂയേ ഏഷാം അർഹണം ഉപപേദേ ഈക്ഷണീയ മമ ദൃശി ഗോചര ഏഷ ആവിരാത്മാ.